പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളുടെ ബിഹേവിങ് രീതി. അവരെങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, അവരുടെ സംസാരത്തിൽ അവരെത്രത്തോളം ഒരു റെസ്പെക്റ്റ്, ഒരു മനുഷ്യനോട് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്, അതെത്രത്തോളം അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ സംസാരത്തിൻ്റെ ടോണുകൾ, ബിഹേവ് ചെയ്യുന്ന രീതികളൊക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അറിയാതെ, ഒരു റെസ്പെക്റ്റും ഇല്ലാതെ. റെസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതൊന്നുമല്ല. നമ്മളൊരാളോട് പെരുമാറുമ്പോൾ അവരോട് കീപ്പ് ചെയ്യേണ്ട, അപ്പുറത്തിരിക്കുന്ന ഒരാളോട് കീപ്പ് ചെയ്യേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ് പോലും കീപ്പ് ചെയ്യാതെ വായിൽ വരുന്നതൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്ന, വളരെ മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് പലപ്പോഴും അത് കുട്ടികളാണല്ലോ എന്നുള്ള രീതിയിൽ പലരും അതിനെ തള്ളിക്കളയുന്നുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു ചെറിയ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഒരു ബിഹേവിയറിങ് രീതിയിലാണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതേ ബിഹേവിങ് അല്ലെങ്കിൽ ഇതേ സംസാര രീതിയിലായിരിക്കും അവർ വളർന്നു വരിക എന്നുള്ളതാണ്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളുടെ സംസാര ശൈലി, അവരുടെ പെരുമാറ്റം എപ്പോഴും നമ്മളൊരു അനലൈസിങ് നടത്തുന്നത് നല്ലതാണ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കവി പറഞ്ഞതുപോലെ, ചെറുപ്പമുള്ള ശീലം മറക്കുകയില്ല മനുഷ്യനുള്ള കാലം. അവന് ചെറുപ്പത്തിൽ എന്താണോ ശീലിച്ചത് അത് മരിക്കുവോളം മറക്കില്ല എന്നതാണ്. അപ്പം താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ബൈ ലിപ്സ്.